ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ആ കുട്ടിക്കൊലയൊക്കെ പഴുത്തതാ ഞങ്ങൾ അതിൽ നിന്ന് എടുത്തൊക്കെ തുടങ്ങി ഇപ്പോൾ കഴിയാറായിട്ടുണ്ട് കേട്ടോ. ചെറിയ കൊലയായതുകൊണ്ട് തന്നെ നമുക്കത് കാണുമ്പോൾ തന്നെ മട്ടി പോവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കൊലയൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്കതൊന്നും ആവശ്യമേ ഉണ്ടാവില്ല അല്ലേ. ഇന്നുണ്ടല്ലോ നമുക്ക് മടി മാറ്റി നല്ല പ്രൊഡക്റ്റീവായിട്ട് ജോലിയൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നമുക്ക് പറ്റാവുന്ന ജോലികളൊക്കെ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ തീർത്തു വെക്കണം കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഇന്നലെ പല പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഇന്ന് വേഗത്തിൽ എല്ലാ ജോലിയും കഴിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ തന്നെ നമുക്ക് ഉണ്ടായിരിക്കും. അത് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. തലേ ദിവസം ചെയ്തു വെക്കാവുന്ന ജോലികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക. അതുപോലെ വീട് മുഴുവനും ഒന്ന് അടിച്ച് വാരിയിട്ടൊക്കെ വെക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. സ്റ്റൗവൊക്കെ ക്ലീൻ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വന്നും കഴിഞ്ഞ് നമ്മൾ ജോലികൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. അപ്പോൾ എത്ര ലേറ്റ് ആയാലും നമ്മൾ സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാതെ നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ച പാത്രങ്ങളുണ്ടെങ്കിൽ കഴുകി വെച്ചിരിക്കണം കേട്ടോ. കഴുകാതെ നമ്മൾ വെക്കരുത് കേട്ടോ. അത്ര വയ്യ എങ്കിൽ മാത്രമാണ് നമ്മൾ അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടുള്ളൂ. എന്തായാലും നമുക്ക് എത്ര വയ്യെങ്കിലും നമ്മൾ ഫുഡൊക്കെ കഴിക്കൂലേ, അപ്പോൾ പിന്നെ കഴിക്കാമെന്നുണ്ടെങ്കിൽ നമ്മളത് കഴുകിയും കൂടി വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മടിയൊക്കെ മാറ്റി നമുക്ക് ഉഷാറായിട്ട് ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ വെളുപ്പിന് തന്നെ എഴുന്നേൽക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അല്ലേ. അപ്പോൾ വെളുപ്പിന് തന്നെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക എനർജിയാണ്. അത് പറഞ്ഞാൽ നമുക്കറിയില്ല. നമ്മൾ ആ ഒരു ടൈമിൽ എഴുന്നേറ്റ് നോക്കിയെങ്കിൽ നമുക്കറിയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മടിയൊക്കെ പോകാനായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുപ്പിനെ ഉണർന്നാൽ മാത്രം പോരാ, നമ്മൾ കുളിക്കുകയും വേണം കേട്ടോ. അപ്പോൾ തലയിലൊക്കെ ആ വെള്ളം അങ്ങോട്ട് വീഴുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സുഖം തന്നെയാണ്. നല്ലൊരു ഉഷാറും തോന്നും. ഉറക്കച്ചടവും കാര്യങ്ങളും മടിയും ഒക്കെ മാറും കേട്ടോ. നമ്മളറിയാതെ തന്നെ നമുക്കൊരു മൂളിപ്പാട്ടൊക്കെ വന്ന് നല്ല പോസിറ്റീവ് തിങ്കിങ്ങൊക്കെ നമുക്ക് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെളുപ്പിനെ എഴുന്നേൽക്കുകയും വേണം, അതുപോലെ തന്നെ കുളിക്കുകയും വേണം. ഇപ്പോൾ ഒരുപാട് പരസ്യങ്ങളിലും മറ്റുമൊക്കെ കാണും, ഹെയറൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് അധികം കുളിക്കരുത്, തല കുളിക്കരുത്, അത് മുടിയുടെ വളർച്ചയെ ബാധിക്കും എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് കുളിച്ചെങ്കിൽ മാത്രമാണ് നല്ല ഉഷാറും അതുപോലെ തന്നെ ബുദ്ധി നേരാൻ വണ്ണം പ്രവർത്തിക്കുമുള്ളൂ അല്ലേ. കുളിക്കാതൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ആകെപ്പാടെ ഒരു ഉറക്കപ്പിച്ചായിരിക്കും. അപ്പോൾ നമുക്ക് ശരിയായ വിധത്തിലൊന്നും ബുദ്ധിയൊന്നും പ്രവർത്തിക്കില്ല. നിങ്ങൾ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കി നല്ല ഉഷാറായിരിക്കും. കുട്ടികളൊക്കെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനും അതുപോലെ എക്സാമിന് പോകുന്ന ദിവസങ്ങളിലും ഒക്കെ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് ഒക്കെ അവരെ പറഞ്ഞു വിട്ടു നോക്കി അവർക്ക് നല്ല രീതിക്ക് തന്നെ എഴുതാനായിട്ടൊക്കെ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം അങ്ങോട്ട് ശീലമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഉണ്ടായിരിക്കില്ല. നമുക്ക് നല്ല എനർജി ആയിരിക്കും. ഫുൾ എനർജിയിൽ നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനുണ്ടല്ലോ നമ്മുടെ മാവിൻ്റെ ചുവട്ടിൽ വന്നപ്പോൾ കണ്ണിമാങ്ങ വീണ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പറക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ കണ്ണിമാങ്ങ പറക്കാൻ വേണ്ടി വന്നതൊന്നല്ല, നമ്മൾ കൂലിയൊക്കെ കഴിഞ്ഞ് ഇനി പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിതാ ഈ പൂക്കുട്ടയൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് പൂ പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനും നമുക്കതുപോലെ ഈ ഭഗവാന്മാരുടെ ഫോട്ടോയുടെ മുൻപിൽ പൂക്കളൊക്കെ വെക്കാനും നമ്മൾ തന്നെ പൂക്കളൊക്കെ ഉണ്ടാക്കി നോക്കുമല്ലേ, ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കും. അല്ലാതെ നമുക്ക് എന്നും ഇങ്ങനെ കാശൊക്കെ കൊടുത്ത് പൂവൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെടികളൊക്കെ വെക്കും. പൂവുണ്ടാവുന്ന ചെടികളും നല്ല ഭംഗിയുള്ള ഇലച്ചെടികളും ഒക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് തയ്യാറാവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി ആ പൂക്കൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അതുപോലെ ചെടികൾ വെക്കാനും തോന്നും. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അയ്യോ ഇനി ചെടി കുഴിച്ചിടണമല്ലോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു മടിയൊന്നും തോന്നുകയില്ല കേട്ടോ. കാരണം അതിൽ ആ ഭംഗിയുള്ള പല നിറത്തിലുള്ള പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇനിയും വേറൊരു കളർ പൂക്കളും കൂടി നമുക്കിവിടെ വെച്ച് പിടിപ്പിക്കണം എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മടി മാറാനായിട്ട് ഇങ്ങനെ ചെടി വെക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. നമുക്ക് എത്ര തിരക്കും തിക്കും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്ക് എല്ലാ കാര്യത്തിനും ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് ടൈം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ടൈമും കണ്ടെത്തണ്ടേ.
നമുക്ക് എത്ര കഠിനമായിട്ടുള്ള ജോലി ചെയ്യാനായിട്ടായാലും നമുക്കത് സാധിക്കണേന്ന് നമുക്ക് എന്നെക്കൊണ്ട് അത് കഴിയണേ ദൈവമേ എന്ന് പറഞ്ഞ കാര്യം നമ്മളൊന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് ചെയ്യാനുള്ളൊരു കരുത്തൊക്കെ കിട്ടുമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എത്ര വലിയ കാര്യങ്ങളായാലും ചെറിയ കാര്യങ്ങളായാലും തുടങ്ങുന്നതിന് മുൻപൊന്ന് പ്രാർത്ഥിച്ചും കഴിഞ്ഞിട്ടാണ് അല്ലേ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ശീലമാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കെപ്പോഴും അത് മനസ്സിനൊരു ശക്തി കൂട്ടിത്തരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതിൽ നമ്മൾ യാതൊരു വിധ നാണക്കേടും വിചാരിക്കൊന്നും വേണ്ട. അയ്യോ ഞാൻ പ്രാർത്ഥിക്കുകയാണല്ലോ, അങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പറ്റും, ഇതൊക്കെ മനുഷ്യൻ്റെ കയ്യിലുള്ള കഴിവുകളല്ലേ, ഇതിനൊക്കെ ദൈവത്തിനെ ആശ്രയിക്കണമെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട കേട്ടോ. നമ്മൾ ടി വി ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബാഡ് ന്യൂസുകളൊക്കെയാണ് രാവിലെ തന്നെ നമ്മൾ കാണാല്ലേ. യാതൊരു കരുണയില്ലാത്ത കുട്ടികൾ സഹപാഠിനെയൊക്കെ ഉപദ്രവിക്കുന്നതും അതുപോലുള്ള ഓരോരോ കാര്യങ്ങളും കത്തിക്കുത്തും വെട്ടിക്കൊല്ലലും ഈ വക കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ചുറ്റും അല്ലേ. അപ്പോൾ ഒരു കരുണയില്ലാത്ത ഹൃദയങ്ങളുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറാനായിട്ട് പാടില്ല കേട്ടോ. നമുക്ക് നല്ല പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരോടും ഒരു കരുണയും സഹതാപവും സ്നേഹവും എല്ലാം നമുക്ക് തോന്നും അല്ലേ. കരുണയൊന്നും ഇല്ലാത്ത ഹൃദയങ്ങൾ എന്തിന് കൊള്ളാം. മനുഷ്യന്മാരായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യത്വം വേണ്ടല്ലേ. അപ്പോൾ ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു ബോധ്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പ്രാർത്ഥന തന്നെ വേണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വെളുപ്പിനെ എഴുന്നേൽക്കുക, അതുപോലെ കുളിക്കുക, പ്രാർത്ഥിക്കാനായിട്ട് കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുക. മുതിർന്നവർ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഓൾറെഡി ഇതൊക്കെ കണ്ടൊക്കെ പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊക്കെ മടിയൊക്കെ മാറ്റി നമ്മളെ നല്ല മനുഷ്യരാക്കി തീർക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കിച്ചണിൽ നമ്മൾ പഴമൊക്കെ എടുത്ത് അതിൻ്റെ പഴത്തൊലി അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റ് ഇതൊക്കെ ഞാൻ ഒരു കുഞ്ഞുമുറത്തിൽ എടുത്തും കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നിക്കുമോനാണെങ്കിൽ ഇതാ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ വിചാരിച്ചിട്ടുണ്ടാവും ഞാനിപ്പോൾ കൂട് തുറന്ന് അവരുടെ കൂട്ടുകാരൊക്കെ പുറത്തിറക്കാനാണെന്ന് കേട്ടോ. പക്ഷെ അതിനൊന്നല്ല ഞാൻ പോകുന്നത്. ഈ വേസ്റ്റൊക്കെ നമുക്ക് നമ്മുടെ ചെടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കണമല്ലോ വളമാക്കിയിട്ട്. അപ്പോൾ ദാ ഇവർക്ക് കയറാനായിട്ട് വെച്ചിരുന്ന ഒരു ബക്കറ്റ് ഉണ്ട്, അത് തുറന്നു കഴിഞ്ഞിട്ട് അതിലേക്കാണ് ഇത് ഇടുന്നത് കേട്ടോ. അപ്പോൾ ആ ബക്കറ്റിനുള്ളിൽ ഞാൻ കുറച്ച് മണ്ണും അതുപോലെ തന്നെ ചാരമൊക്കെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ പൊടിഞ്ഞ് ശരിക്കും മണ്ണ് പോലെ അങ്ങോട്ടായി മാറും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ മുകളിലും ഇത്തിരി മണ്ണ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കിച്ചണിലാണെങ്കിൽ ആ വേസ്റ്റുകളൊക്കെ പുറത്തേക്ക് പോയി കിട്ടും ചെയ്യും. മുറ്റത്തൊക്കെ വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കോഴിയൊക്കെ ചിക്കുമല്ലോ. അപ്പോൾ അതിന് പകരം ഇതുപോലെയൊക്കെ നല്ല വളങ്ങളാക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ ഇങ്ങനെ ഈ വേസ്റ്റുകൾ ഈ പച്ചിലകൾ ഇട്ടും കഴിഞ്ഞിട്ട് വളം ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിൽ പച്ചിലകളൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് 5 പൈസ ചിലവില്ലാതെ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ വളങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ പച്ചക്കറികളും അതുപോലെ നല്ല ഭംഗിയുള്ള പൂന്തോട്ടമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. ഇതുണ്ടല്ലോ നമ്മൾ വഴുതനങ്ങ തൈകൾ കൊണ്ടുവന്നും കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു തോട് കീറിയും കഴിഞ്ഞിട്ട് ഞാൻ അതിൽ നട്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു പച്ചമുളകും തൈയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കോഴി ചിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഓലമടലൊക്കെ എടുത്തുകൊണ്ട് വന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ നിക്കുമോനും അല്ലിക്കോഴിയൊക്കെ ഒന്ന് ചിക്കിയിട്ടുണ്ടെങ്കിൽ ഈ തൈകളൊക്കെ വേറെ വല്ല വശത്തും ചെന്ന് കിടക്കും. അത്ര ആരോഗ്യത്തിലാണ് കേട്ടോ നമ്മുടെ അല്ലിയൊക്കെ ചിക്കി ചകയുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് പിടിച്ച് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവുമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെയൊക്കെ അവരെ ഒളിപ്പിച്ച് പുതപ്പിച്ചൊക്കെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടു ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഒരു തൈകളും മറ്റൊക്കെ നട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെയും നമുക്കതൊക്കെ ചെയ്യണമെന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ നമ്മൾ മടിയില്ലാത്ത മനുഷ്യരായിട്ട് മാറും. കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെന്നും കഴിഞ്ഞ് ഈ ചെടിയുടെ അടുത്ത് നോക്കി നിൽക്കാനും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സൊക്കെ ആയിട്ട് നമ്മൾ മാറും. മടി പിടിച്ച മനുഷ്യന്മാരാണെങ്കിൽ അവർ വേണ്ടാത്ത കാര്യങ്ങളും കഴിഞ്ഞു പോയ ദുഃഖിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആലോചിച്ചിരുന്നു കഴിഞ്ഞിട്ട് അവരുടെ ലൈഫ് ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കുമല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് നല്ല ബിസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മടിയൊക്കെ മാറ്റിക്കളഞ്ഞ് നമുക്ക് പറ്റാവുന്ന സമയമൊക്കെ ഓരോരോ കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പഠിപ്പിനനുസരിച്ചുള്ള എന്തെങ്കിലും ജോലികളോ കാര്യങ്ങളോ ചെയ്യുക. അല്ലെങ്കിൽ അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വീട്ടമ്മമാരാണെങ്കിലും നമ്മൾ
എപ്പോഴും എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമായിരിക്കും മനസ്സ് നിറയെ വന്നുകൊണ്ടിരിക്കുക. അല്ലാതെ മടിയുള്ള മനുഷ്യന്മാർ എന്ത് ചെയ്യും? യാതൊന്നും തന്നെ ചെയ്യില്ല. അപ്പോൾ അവർക്ക് ഒരുപാട് ടൈം ഉണ്ടായിരിക്കും വെറുതെ കിടന്നും അലസരായിട്ടും ഓരോരോ അസുഖങ്ങളൊക്കെ വന്നതായിരിക്കും അവർ ജീവിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ആ ഒരു ജീവിതം നല്ല രീതിക്ക് തന്നെ ജീവിക്കണം കേട്ടോ. ഇതുണ്ടല്ലോ, എനിക്ക് അംഗൻവാടി ടീച്ചർ തന്ന ചെറിയ തൈകളായിരുന്നു കേട്ടോ. ഒരു ചാര നിറത്തിലുള്ള കളറായിരുന്നു ഈ കറ്റാർവാഴ തൈക്ക്. എന്നിട്ട് ഞാനതിങ്ങനെ വെച്ചും കഴിഞ്ഞിട്ട് ചായലക്കൊറ്റനൊക്കെ ഇട്ടും കഴിഞ്ഞ് നല്ല പോലെ നോക്കിയപ്പോൾ ഇപ്പോൾ ശരിക്കും പച്ച നിറത്തിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഇനി നാളെ കാണാം.